അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇതിൽ ജനാധിപത്യപരമായ ഒരു ചർച്ച, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷം പറയുന്നു യഥാർത്ഥത്തിലുള്ള ചർച്ച യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്ന്. ഇപ്പോൾ JPSCയിൽ ചർച്ച നടന്നു എന്ന് പറയുമ്പോൾ JPSCയിൽ 500 ഭേദഗതികൾ പ്രതിപക്ഷം കൊണ്ടുവന്നു. അതൊന്നുപോലും തൊടാതെ ഭരണപക്ഷത്തിന്റെ മാത്രം ഭേദഗതികൾ ഇട്ടുകൊണ്ടാണ് അത് നിയമമാക്കാനൊരുങ്ങുന്നത്. അതുകൊണ്ടാണ് ഇത് യഥാർത്ഥ ചർച്ചയല്ല എന്ന് പ്രതിപക്ഷം പറയുന്നത്. നിങ്ങൾ ഏകപക്ഷീയമായി നിങ്ങൾക്കുള്ള ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിനെ ജനാധിപത്യ സംവിധാനം എന്നല്ല പറയുക. ശ്രീ പത്മനാഭൻ, ഞാൻ ചർച്ചകളിൽ വന്ന് നുണ പറയാറില്ല. ഞാൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു തരാം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ദാറ്റ് ആനുവൽ ഇൻകം ഫ്രം 4.9 lakhs രജിസ്റ്റേർഡ് വഖഫ് പ്രോപ്പർട്ടി yields income of only 163 crore at 2.7 return. However, with efficient and marketable use, this property could generate a return of 12,000 crore per annum at 10% return. According to WAMSI, there are currently 8,72,320 Waqf properties, and the annual returns are expected to be significantly higher than what was anticipated. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 8,72,000 ശിഷ്ടം പ്രോപ്പർട്ടികൾ എണ്ണം, 9 ലക്ഷം ഏക്കറ, കിട്ടുന്നത് 163 കോടി രൂപ. സച്ചാർ കമ്മിറ്റി പറയുന്നത് മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ 12,000 കോടി കിട്ടാമെന്നാണ്. ഇനി ഇവിടെ ഒരു തർക്കം, അല്ല ഒരു സംശയം, തർക്കമല്ല, നിങ്ങൾ തമ്മിൽ പറഞ്ഞു ട്രൈബ്യൂണൽ മോശമാണ്. ട്രൈബ്യൂണൽ മോശമല്ല സ്മൃതി. ട്രൈബ്യൂണൽ ഈസ് എ കോർട്ട് ഹെഡഡ് ബൈ എ ഡിസ്ട്രിക്ട് ജഡ്ജ്. കേരള ഹൈക്കോടതി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു സിറ്റിംഗ് ജില്ലാ ജഡ്ജിൻ്റെ ട്രൈബ്യൂണലാണ്. അതിലൊരു തെറ്റുമില്ല, അവിടെ കാര്യങ്ങൾ വൃത്തിയിൽ നടക്കുന്ന സ്ഥലമാണ്. അതൊരു ജില്ലാ കോടതിയാണ്. പ്രശ്നം എവിടെ അറിയോ? സെക്ഷൻ 40-ലാണ്. സെക്ഷൻ 40 എന്താ പറയുന്നത്? എൻ്റെ ഭൂമി വഖഫാണെന്ന് വഖഫിന് തോന്നിയാൽ വഖഫ് നോട്ടീസ് അയക്കും. ഇപ്പം എൻ്റെ അടുത്ത് കുറേ ആൾ വന്നു ചാവക്കാട്ടുനിന്ന്, സാമൂതിരിപ്പാടിൻ്റെ പണ്ടാര ഭൂമി, അത് സാമൂതിരിപ്പാട് ഒരു നായർ തറവാടിന് പതിച്ചു കൊടുത്തു. അവരത് ഭാഗം ചെയ്തപ്പോൾ വിറ്റ് ഇപ്പം ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ എല്ലാവരും ഉണ്ട്. സാമൂതിരിപ്പാടിൻ്റെ പണ്ടാര ഭൂമി ഇപ്പോൾ വഖഫ് നോട്ടീസ് അയച്ചിരിക്കുക. അതിൽ 3-4 ആൾ എൻ്റെ അടുത്ത് വന്നു. ഇപ്പോൾ കോഴിക്കോട്ട് കോടതിയിലും വഖഫ് ബോർഡിലും ഒക്കെ കേസാണ്. ഈ വഖഫ് നോട്ടീസ് അയച്ചാൽ ആദ്യം പോകേണ്ടത് എവിടെ അറിയോ? വഖഫ് ബോർഡിലാണ്. ആരാണോ നോട്ടീസ് അയച്ചത് അവിടെ പോയി തെളിയിക്കണം എന്ത് എൻ്റെ ഭൂമിയാണെന്ന്. ഇന്ത്യയിലെ നിയമ സംവിധാനം, അതായത് ബ്രിട്ടീഷുകാരുടെ നിയമ സംവിധാനത്തിൻ്റെ തുടർച്ച, ഈ ഇന്ത്യയിലെ നിയമ സംവിധാനം, ഇന്ത്യൻ ജൂറിസ്പ്രൂഡൻസിൻ്റെ അടിസ്ഥാന തത്വം എന്താ അറിയോ? വൺ ഹൂ അലജസ് ഹാസ് ടു പ്രൂവ്. ആരോപിക്കുന്നവൻ തെളിയിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പരാതി കൊടുത്താൽ സ്മൃതി നിരപരാധിയാണ്, സ്മൃതി തെളിയിക്കണമെന്ന്. അത് എവിടുത്തെ ന്യായ? ഞാൻ സ്മൃതിക്കെതിരെ പരാതി തന്നാൽ ഞാനും പോലീസും കോടതിയിൽ തെളിയിക്കണം സ്മൃതി കുറ്റവാളിയാണ്, അല്ലാതെ സ്മൃതി നിരപരാധിയാണ്, സ്മൃതി തെളിയിക്കുകയല്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഒരേ നിയമം, ഒരേ ഒരു നിയമം. അവർക്ക് നോട്ടീസ് അയച്ചാൽ മതി, നമ്മൾ പോയി തെളിയിക്കണം നമ്മുടെ ഭൂമിയാണ്. വഖഫ് ബോർഡിൽ തോറ്റാൽ വഖഫ് ട്രൈബ്യൂണൽ, അവർ ജില്ലാ ജഡ്ജാണ്, വളരെ സത്യസന്ധമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ ജഡ്ജിയാണ്. ഇനി അവിടെ കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവിടെ കഴിഞ്ഞാൽ സെക്ഷൻ 40 പറയുന്നു ദി ഓർഡർ ഈസ് ഫൈനൽ. ആ ഉത്തരവ് ഫൈനലാണ്. ഹൈക്കോടതി പോയിക്കൂടാ, സുപ്രീം കോടതി പോയിക്കൂടാ. പിന്നെ റിട്ട് ജൂറിസ്ഡിക്ഷൻ വെച്ച് പോകണം ഹൈക്കോടതിയിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ SLP കൊടുക്കണം. ഈ സിവിൽ നിയമത്തിൽ ദി പവേഴ്സ് ഓഫ് എ ഹൈക്കോർട്ട് ഇൻ എ റിട്ട് പെറ്റീഷൻ ഈസ് വെരി ലിമിറ്റഡ്. ഒരു സിവിൽ കേസിൽ ഹൈക്കോടതിക്ക് റിട്ട് ഫയൽ ചെയ്യുമ്പോഴുള്ള അധികാരം പരിമിതമാണ്. ഒരു സിവിൽ അപ്പീൽ കേൾക്കും പോലെ അപ്പീൽ കോടതി ആവില്ല. സുപ്രീം കോടതിക്കും പ്രശ്നങ്ങളുണ്ട്. സുപ്രീം കോടതിയിൽ പിന്നെ SLP ആണ്, പോട്ടെ. അപ്പോൾ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ, ഒരു ന്യായമായ ഫസ്റ്റ് അപ്പീൽ, ഇവിടെ മുൻസിഫ് കോടതിയിൽ കേസ് തോറ്റാൽ ജില്ലാ കോടതിയിൽ അപ്പീൽ പോവാം, ഒരു അപ്പീൽ. രണ്ടാമത്തെ അപ്പീലാണ് ഹൈക്കോടതിയിൽ. ഫസ്റ്റ് അപ്പീൽ പോലും ഇല്ല. ഇതാണ് സെക്ഷൻ 40 എന്ന മാരകമായ നിയമം. ഈ ലോകത്തിങ്ങനെ ഒരു നിയമമില്ല. പട്ടാള ഭരണമുള്ള നോർത്ത് കൊറിയയിലെ ഹും എന്തോ ഒരു ചങ്ങാതിയില്ല, അവിടെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ആരോപിച്ചാൽ നമ്മളല്ല തെളിയിക്കേണ്ടത്. നമ്മൾ ആർക്കെതിരെയാണോ ആരോപിക്കേണ്ടത് അവൻ വന്ന് തെളിയിക്കണം അവൻ നിരപരാധിയെന്ന്. ഇനി അവന് ടപ്പീലുമില്ല. ഇതാണ് പ്രശ്നം. സെക്ഷൻ 40 എന്ന ഭീകര വകുപ്പ് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നത്. ഈ ചർച്ചയിൽ കോൺഗ്രസ്സുകാരില്ല. എനിക്ക് അവരോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ സെക്ഷൻ 40 കൊണ്ടുവന്നത്? ഈ സകല വൃത്തികേടും കാണിച്ചത് കോൺഗ്രസ്സുകാരാണ്. അവരാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിയത്.
ഈ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന സെക്ഷൻ 40, ഇനി വേറൊരു രസം, സെക്ഷൻ 50 വഖഫിൻ്റെ ഒരു ബിൽഡിങ്ങിൽ ഞാനൊരു വക്കീൽ ഓഫീസ് നടത്തുകയെന്ന് കൂട്ടുക വാടകയ്ക്ക്. ഞാൻ 2 മാസം വാടക കെട്ടിയില്ല, എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട്. എന്നെ പിടിച്ച് ജയിലിലിടാം. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം വാടക കൊടുത്തിട്ടില്ലെങ്കിൽ 3 മാസം വാടക കൊടുത്തിട്ടില്ലെങ്കിൽ RCP ഫയൽ ചെയ്യണം. അത് സിവിൽ നടപടിയാണ്, ക്രിമിനൽ നടപടിയല്ല. വഖഫ് ബോർഡിന്റെ ഭൂമി മാത്രമാണെങ്കിൽ, അവരുടെ ബിൽഡിംഗ് ആണെങ്കിൽ ക്രിമിനൽ നടപടി. ഇങ്ങനെ ഇന്ത്യയിലെ ഒരു വിഭാഗത്തിലുമില്ലാത്ത, ഒരു കാര്യത്തിലുമില്ലാത്ത, കേട്ടാൽ ചിരിക്കുന്ന ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ തല്ലിക്കൊല്ലുമായിരുന്നു. അത്രയ്ക്കും വൃത്തികെട്ട രീതിയിൽ ഈ നിയമം നിർമ്മിച്ച കോൺഗ്രസ്സുകാരാണ് ഇതിന് ഉത്തരവാദി. അവരിവിടെ ഇല്ല. അതാണ് എൻ്റെ വിഷമം. ശരി, നവാസിന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ നവാസ് മറുപടി പറയുക, അതിനുശേഷം അരുണിലേക്ക് പോകണം. അല്ല ശ്രീ സ്മൃതി, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ പിന്നെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 40യെ കുറിച്ച് മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിലാണ് കൺസേൺ ഉള്ളത്, അതിൽ കൂടുതൽ ഡിബേറ്റ്ഫുൾ ആണ് ഞങ്ങൾ ചർച്ച. അതെ, ഞാൻ പറയുന്നത് 40 or 50 അവർ പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇതിൽ ഞാൻ വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം ഞാൻ മുസ്ലിം നിയമം അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസപ്രകാരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാകണം എന്നൊരു പരിഷ്കാരം നിങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാണ്? എങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി കഴിയുക? പോട്ടെ, എൻ്റെ പിതാമഹന്മാർ നൽകിയിട്ടുള്ള വഖഫ്, ആ വഖഫ് എനിക്ക് തിരിച്ചടക്കാവുന്ന നിയമം എന്തിനാണ് നിങ്ങൾ കൊണ്ടുവന്നത്? അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്കുള്ള ഏതെങ്കിലും വാദം കൃത്രിമമായി ഉണ്ടാക്കി അതിന്മേൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ മുഴുവൻ സ്പിരിറ്റ് എടുത്ത് പരിശോധിച്ചാൽ ആ പരിശോധനയിൽ തീർത്തും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. വഖഫ് സ്വത്തുക്കൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അത് കൈകടത്താൻ കഴിയും വിധമാണ് ഇത് പാകപ്പെടുത്തിയത്. നേരത്തെ CPM-ന്റെ പ്രതി അരുൺകുമാർ പറഞ്ഞൊരു വാദമുണ്ടല്ലോ, സ്റ്റേറ്റിന്റെ അധികാരത്തെ മുഴുവൻ എടുത്തുകൊണ്ടുപോകാൻ എന്ന് വെച്ചാൽ ഉത്തരേന്ത്യ ഭരിക്കുന്ന മുഴുവൻ BJP ഗവൺമെന്റുകളാണ്. ആ ഗവൺമെന്റുകൾക്ക് ഈ സ്വത്തുക്കൾക്ക് മുകളിൽ കൈവക്കാൻ കഴിയുന്ന, അതിനെ മുഴുവൻ കാൽവൽക്കരിക്കാൻ കഴിയുന്ന ഒരു അജണ്ടയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി കഴിയുന്നു. ഇതിൽ ആവർത്തിച്ച് പറയുന്നത് സംസ്ഥാന സർക്കാരിനാണ് ഇതിൽ അംഗങ്ങളുടെ ഒക്കെ നിയമനാധികാരം. അവിടെ ഒരു അവിഹിത ഇടപെടലും കേന്ദ്രം നടത്തില്ലത്രേ. അത് അദ്ദേഹം പറയട്ടെ. അപ്പൊ അതിന്റെ മുകളിലുള്ള ട്രിബ്യൂണലോ, നാഷണൽ ട്രിബ്യൂണലോ, അന്തിമ തീരുമാനം അവിടെ നിന്നല്ലേ ഉണ്ടാകേണ്ടത്? ഇനി ഈ നിയമിക്കേണ്ട സംസ്ഥാന സർക്കാർ നിയമിച്ചാൽ, ഉത്തരേന്ത്യയിലെ സംസ്ഥാനം, ഞാൻ പറഞ്ഞത് ഉത്തരേന്ത്യയിൽ ഭരിക്കുന്ന നിലവിലെ BJP ഗവൺമെന്റ്, UP എടുക്കാം നമുക്ക്, UP ഉദാഹരണം എടുക്ക്. യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് നിയമത്തെ നഗ്നമായി വലിച്ചു കീറുന്നത് നമ്മൾ കാണുന്നതല്ലേ? അദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു സ്റ്റേറ്റിനകത്ത് അവിടുത്തെ വഖഫുമായി ബന്ധപ്പെട്ട് തീരുമാനം കൽപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യും, ഒരാളെ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ എത്തരത്തിലുള്ള ആളായിരിക്കും അത് തീരുമാനിക്കാൻ വേണ്ടി വരിക? അതിന്റെ ഹെഡിൽ കളക്ടറോ അല്ലെങ്കിൽ കളക്ടർക്ക് പകരമായി ഗവൺമെന്റ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കും എന്നിവർ പറഞ്ഞാൽ ആ നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ എത്തരത്തിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും? നമുക്കറിയാലോ, എമ്പുരാൻ സിനിമയിലെ ചരിത്രത്തെ ഓർക്കുമ്പോൾ അത് സെൻസർ ചെയ്യാൻ, കട്ട് ചെയ്യാൻ വേണ്ടി സെൻസർ ബോർഡ് അംഗങ്ങൾ ഇറങ്ങുന്ന ഒരു കാലത്ത്, അതല്ലെങ്കിൽ രാജ്യത്തുണ്ടാകുന്ന ചാനലുകൾക്ക് മുകളിൽ ചാനലുകൾക്ക് BBC ചാനലുകൾ ഉൾപ്പെടെ റെയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഈ മെഷീനറികൾ മുഴുവൻ കഴിവിലുള്ള ഒരു ഗവൺമെന്റ്, ആ കയ്യിലുള്ള ഗവൺമെന്റ് ഞങ്ങൾ ഒരാളെ കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യ രീതിയിലാകുമെന്ന് വിശ്വസിക്കാൻ നിലവിലെ ഭരണകൂടത്തിന് കീഴിൽ സ്മൃതി എനിക്കും നിങ്ങൾക്കും സാധ്യമാണോ? ഒരു സാധാരണ മലയാളിക്ക് അത് സാധ്യമാണോ? രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അത് തീരുമാനിക്കുക എന്ന് പറയുന്നിടത്ത് തന്നെ അവിടെ താല്പര്യം വ്യക്തമാണ്. ഇവരുടെ താല്പര്യങ്ങൾ മുഴുവൻ, അജണ്ടകൾ മുഴുവൻ നടപ്പിലാക്കാൻ പൊതുപ്പും പുന്നലും വെച്ച് ഒരു ബില്ലുണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇതിന്റെ ടോട്ടൽ സ്പിരിറ്റ് പരിശോധിച്ചാൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിന്റെ എന്നല്ല, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇന്ന് ഇരയാകുന്ന മുസ്ലിം സമുദായമായിരിക്കാം നാളെ ഇതിന്റെ ഇരയായി വരിക. ഈ ഭരണഘടനയുടെ വകുപ്പ് 25 മുതൽ 30 വരെയുള്ള വകുപ്പുകളിൽ ഏതെല്ലാം വകുപ്പുകൾ തകർക്കാൻ ശ്രമിക്കുന്നുവോ അത് ആർക്കെല്ലാം എഫക്റ്റഡ് ആണോ അവരെല്ലാം ഇതിന്റെ ഇരകളാണ് എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ നാളെ ഇതിന്റെ ഇരകളായി മാറും എന്ന യാഥാർത്ഥ്യത്തെ കാണാതിരുന്നുകൂടാ എന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗവും ഇതിന് ഇരയാകും, അവരെയും കാത്ത് ഇത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പ് നിങ്ങൾ നൽകുന്നു. പക്ഷേ ബാബറി മസ്ജിദിനു ശേഷം ഇന്ത്യൻ മതേതരത്വത്തിന്റെ പൂർണ്ണ പരാജയത്തെ കാണിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിനെ സമസ്ത പോലുള്ള സംഘടനകൾ വിശേഷിപ്പിക്കുന്നത്. അതിൽ CPM-ന്റെ അഭിപ്രായം അറിയണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.